Move fast. Move over the Holy Spirit of God. ദൈവം നമുക്ക് വെച്ചേക്കുന്ന നിക്ഷിപ്തമായ കാലാവധിക്കുള്ളിൽ ദൈവം ആഗ്രഹിക്കുന്നതായ ഓരോ കാര്യാദികളും ഓരോ വിഷയങ്ങളും വ്യക്തമായും സ്ഫുടമായും ശക്തമായും അഥവാ ദൈവം ആഗ്രഹിക്കുന്ന അതേ നിലവാരത്തിൽ തന്നെ നാം ചെയ്തു തീർത്ത് ഈ ലോകയാത്ര അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടണം എന്നുള്ളത് ദൈവഹിതമാകയാൽ ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്താൽ നൽകപ്പെട്ടതായ ഈ കാലാവധിക്കുള്ളിൽ നാം ചെയ്യേണ്ടതൊക്കെയും സന്തോഷത്തോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് തക്ക സമയങ്ങളിൽ ചെയ്യുവാൻ നാം ഉത്സാഹഭരിതരായി തീരണം എന്ന് പരിശുദ്ധാത്മാവ് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ വിളിക്കുകയാണ്. സ്വയം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ തിരു മുൻപാകെ നിന്ന് കൊടുക്കാം. ദൈവം നമ്മെക്കൊണ്ട് അതൊക്കെയും ഏറ്റവും നന്നായി ചെയ്യിക്കും. അതിനുള്ള അഥവാ അത് ചെയ്യുവാനുള്ള കൃപ it's already provided from the heavens. Accept it with thanksgiving and proceed. As long as you are in this world, you're indebted to the Holy Spirit of God. Holy Spirit will help you move on with the Holy Spirit of God. God is calling you to do His ministry in the Spirit of God. ദൈവമുള്ള കൃപ തന്നിരിക്കുന്നു. ഉത്സാഹഭരിതരായി മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനായി നന്ദിയോട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. വിവിധങ്ങളായ കർത്തവ്യങ്ങൾ അവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവയൊക്കെയും ഏറ്റവും നന്നായി ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. ബലഹീനരായ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഒഴിവായാക്കൂബേ, ഇസ്രായേൽ മനുഷ്യരെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് വെച്ച കർത്താവ് യേശു ക്രിസ്തു സഹായഹസ്തവുമായി ഈ മക്കളെ എതിരേൽക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ആ സന്തോഷത്തെ ഏറ്റെടുക്കുന്നു, ആ കൃപ ഏറ്റെടുക്കുന്നു, ആ സാന്നിധ്യം ഏറ്റെടുക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈശോപ്പ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ ആമേൻ. പ്രിയ ദൈവപുത്രരെ, യു ആർ കോൾഡ് by the Holy God of Israel. You are called by Jesus. You are empowered with the anointing of the Holy Spirit. The Holy Spirit is a person. He loves you. He cares for you. He is with you. He has already empowered you. Jesus loves you. God bless you. Amen.